കുറച്ച് മതി എല്ലാരും വിശന്നിരിക്കുകയാണ്. സോറി, എക്സ്ട്രീംലി സോറി, കുറച്ച് ലേറ്റ് ആയി, ക്ഷമിക്കണം. എന്റെ പേര് ആര്യനാണ്. ഏകദേശം അത്രയൊക്കെ തന്നെ ഇവിടെ. എല്ലാവർക്കും വേണ്ടടാ. ഇപ്പൊ വരും ഉണ്ടെങ്കിൽ അതിനും എല്ലാവരും കൊണ്ട് വെള്ളം പിന്നെ ഇല്ലേ ഞാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഞാൻ അങ്ങനെയല്ലേ ചെയ്യാറ്. എല്ലാരും പറഞ്ഞേ, കുറച്ച് ലേറ്റ് ആയി, ക്ഷമിക്കണം, മനഃപൂർവ്വമല്ല, ടാസ്ക് വന്നു പോയതുകൊണ്ടാണ്. നമ്മുടെ പ്ലേറ്റ് ആദ്യം വെക്ക്. അതിലൂറ നമ്മുടെ എല്ലാവരുടെ പ്ലേറ്റ് വെക്കും. നിന്റെ കറി നിന്റെ പ്ലേറ്റ് നമ്മുടെ അല്ലേ പ്ലേറ്റ് നെവിൻ കാണിക്കും. ഇത് ചോറ് ഞാൻ മുളക് കുറച്ച് ഇട്ടിട്ടോട് മുളക് കൂടി പറഞ്ഞു വരരുത്. ഇത് അനീഷേട്ടന് നമ്മുടെയൊക്കെ പ്ലേറ്റ് ഇനി തരില്ലേ? തരും. ഇപ്പൊ 2 തരം എല്ലാവർക്കും വെച്ചു. ഇതാർക്കാണ്? നമുക്ക് വിളമ്പേക്കില്ലെങ്കിൽ അവസാനം ഒരു തരമെങ്കിലും കിട്ടണ്ടേ? ഇത്ര മതിയാവൂ? വേണ്ട. ഇത് ആരാ ഇത്? കരിയുകയായിരുന്നു. കരി കൂടി. ആ അത് കേട്ടോ. യെസ്, ഇവിടെ എല്ലാവരും ചോറ് കിട്ടിയോ? തരാവേ. ഇതെന്റെ അല്ലേ? എന്റെ ഉണ്ടോ പ്ലേറ്റ് അവിടെ? ചാരികയ്ക്ക് കിട്ടല്ലേ? നമുക്ക് എല്ലാവർക്കും എടുത്തു. സോറി, അതിലാണ് നിങ്ങളുടെ പ്ലേറ്റ്. വേർഡ് കണക്ട് ചെയ്ത് വെച്ചാ മതി. ഫസ്റ്റ് ലൈനിലെ വേർഡ് അല്ലെങ്കിൽ ഹുക്കപ്പ് വായിച്ച് രണ്ടാമത് കൊണ്ട് വെള്ളം റെന കിട്ടിയോ? ഇനി ഇവിടെ ഇഷ്ടമാണോ ഈ കാര്യത്തിലൊക്കെ? കൊടുത്തതാണ്. എന്ത് കൊടുത്താണ്? എന്താണ് കൊടുത്തത്? ഗ്രേവിയുടെ കുറച്ചും കൂടി. ഗ്രേവി ഇല്ല. ഹലോ, കുറച്ചും കൂടി ഇട്. വിളമ്പിക്കോളുമല്ലോ എല്ലാവർക്കും. മേടിച്ചു രണ്ടുപേരും വിളമ്പിക്കോളുമല്ലോ. വിളമ്പിക്കും. എത്രയുണ്ട്? താങ്ക് യു. ഇവിടെ കരുത് ഓടിക്കോണം. എപ്പ ഞാൻ എല്ലാവർക്കും കറി ഇനി വേണം. ഇനി ചോറ് കഴിക്കുന്ന ഒത്തിരി പേരുണ്ട്. അതിലേക്ക് ചോറ് ഇട്ടാ ഇനി അവള് കുറച്ചും കൂടെ കഴിക്കും. ഇതിന് വേണ്ടിയിട്ട് ഉത്തരം പറയണം കേട്ടോ. എല്ലാവരും കഴിച്ചിട്ടുണ്ടോ ക്യാബേജ്? ഇനി അടുത്ത അംഗം വന്നത് അതൊന്നും തുടങ്ങും. കണ്ടോ? വാവ്, അതാണ് സ്റ്റൈൽ. കണ്ട, ഇനി ആരെങ്കിലും പറഞ്ഞു. അതെ, ആ പൂവുണ്ടോ മക്കളെ? പൂ ചോറെടുത്തുണ്ടോ? അങ്ങോട്ട് ഇതിപ്പം എനിക്കായി ചോറോടെ കൊണ്ടുവച്ചരാ. നീ എനിക്കിത് ഞാൻ എപ്പോഴും ഇരിക്കുന്നില്ല സീറ്റ് അവിടെ വെച്ചരാ.
അതിലെവിടെ പോയാ? ക്യാരറ്റ് ആ മുളക് പൊടി കുറച്ചും ഓർപ്പിച്ചു വെക്കണം കേട്ടോ. മതിയായിരുന്നു. അതെ അതെ ഞാൻ കണ്ടു. നല്ല ഓവർഡോസ് മുളക് പൊടിയാണ് അത്. ആരാണോ പറഞ്ഞത് അവന് കംഫോർട്ടായിട്ട് കഴിക്കും. എന്റെ പ്ലേറ്റിൽ നിന്ന് ഇല്ല തോർന്നു എടുത്തല്ലേ തിരിച്ച്. എടാ ഇവൾക്ക് വേണം തോരണ്ട. ജിസയിലും കൂടി വേണം. ജിസയിലും കൂടി വേണം തോരൻ. ജിസയിലും വേണം തോരൻ. ഞാൻ കണ്ടു. ആരോ കറി അടിപൊളിയാണ്. അത് കാരണം ഇഷ്ടമാണ്. ഉപ്പേരി അടിപൊളി. ഉപ്പേരി അടിപൊളി. ഫുഡ് ടീമും കിച്ചൺ ടീമും നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസമില്ല കേട്ടോ. സെയിം ആണ് എല്ലാരും. അവരാണ് അരിഞ്ഞതൊക്കെ. അപ്പൊ അത് നല്ല ഐഡിയ. ഓക്കെ അല്ലേ? ആരും വേണമെങ്കിൽ ചോറ് കഴിച്ചോ. ഒരു സ്പൂൺ. ഇനി ചോറ് എക്സ്ട്രാ എടുത്താലും ഞാന് എനിക്ക് എടാ ഇത് ഞാൻ നേരത്തെ വെച്ചതാ. അപ്പൊ ഞാനെന്താ ഞാൻ വാങ്ങിച്ചു എന്ന് വിചാരിച്ചിട്ട് എനിക്ക് എക്സ്ട്രാ കറി തരാൻ പാടില്ല എന്നുണ്ടോ? അന്ന് എനിക്ക് വേണ്ട ചോറ്. അതവിടെ നോക്കേണ്ട ആവശ്യമില്ല അല്ലേ? ഞാൻ അവിടെ വാങ്ങിച്ചത് എടുത്ത് വെച്ചു നോക്കേണ്ട ആവശ്യമില്ല. മോശമായിട്ട് അത് റിയലി ബാഡ്. എനിക്ക് ചോറിന് കഴിക്കണ്ട. കഴിക്കുന്നില്ല. ആ പോയിക്കോളാം. കാര്യം തീർന്നില്ല. അതിന്റെ അടുത്ത് പറയാൻ നിൽക്കരുത്. ആരാണെങ്കിലും ശാരിയാണെങ്കിൽ ആരെങ്കിലും ചോറിന് വേണ്ടി പോയിക്കോളാം പറയണം. പോയിക്കോളാം. അവനല്ലേ വേണ്ടെന്ന് പറഞ്ഞത്. മതി മതി മതി. എടാ അവന്റെ ഗ്രേവി വാസി ഒരു പക്ഷേ വൈകുന്നേരമേ ഉള്ളൂ. നമ്മളെല്ലാവരും ഇവിടെ ചോറും എല്ലാവരും തിന്നിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. Each time I say you have, I'm like, wow. എനിക്ക് വേണ്ട ചോറ്. എനിക്ക് ചോറുണ്ട്. എനിക്ക് കറിയാൻ നിരത്ത് വെച്ചിട്ട് തരാതിരുന്നത്. എന്റെ മോളെ ഇത് ഞാൻ തിന്ന് തീർക്കട്ടെ. ചോറ് ചോദിച്ചവർക്ക് കൊടുക്കത്തില്ല. അതെ അതിന് കുറച്ച് കറി ഉണ്ടെങ്കിൽ ആദ്യം 100 ചോറുണ്ട്. പറ ഇനി കറി കൊടുക്കാൻ പോവാ. ആർക്ക കറി? നിന്റെ ചോറും കറി മാറ്റി വെച്ചാ അതും അവിടെ ഇരിപ്പുണ്ട്. അതെവിടെ? ചോറ് വേണം. എനിക്ക് കഴിക്കാൻ പറ്റില്ല. മുളകിന്റെ കാര്യമാണ്. ഇനി കുറച്ച് കിട്ടാ പിന്നെ ഒന്നും കാണില്ല. മഞ്ഞപ്പൊടി മാത്രം ഇട്ടാ. ഇനി വേറെ ആരാ ചോറ് എടുത്തേ? അപ്പൊ ഞാൻ കറി ചോദിച്ചപ്പോ മോക്ക് തരാൻ വേണ്ടി പറ്റത്തില്ല അല്ലല്ലേ? ശരി, രണ്ടാമത് ചോറിട്ടിട്ട് കൊടുക്കണ്ടേ? അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അഡ്ജസ്റ്റ്. ഇനി എന്റെ തരാം. എനിക്ക് വേണ്ട അതിന്റെ കറി വേണ്ട. എനിക്ക് അവളുടെ കറി തന്നെ വേണം. ഇന്നങ്ങോട്ടേക്ക് വാ. നീ ഇവിടെ ഇരിക്കണം.
ഇവിടെ ഇരുന്നാ മതി. ഓക്കെ അല്ലേ? അതെടുക്കാനാണോ മനസ്സിലുണ്ട്. ശരി. അതെ കൂട്ടും ചോറ് വേണമെങ്കിലും എടുത്തോട്ടാ അനുവാണ് കറി ഉണ്ടാക്കിയത്. ചോറ് വേണമെങ്കിലും എടുത്തോട്ടാ. സൂപ്പർ. താങ്ക് യു. കൊറേ പാവങ്ങൾ ചെയ്ത് കൂട്ടുന്നുണ്ടല്ലോ. കരയി നിങ്ങൾ അങ്ങനെയെങ്കിൽ ആരാ ഇത് കട്ട് ചെയ്തേ? മെഴുക്കുവരട്ടി കൊള്ളാമോ? മെഴുക്കുവരട്ടി നല്ല ഷേപ്പാ. ഉണ്ടോ? മെഴുക്കുവരട്ടി കൊള്ളാമോ ചോദിച്ചാ? വെജിറ്റബിൾസ് എല്ലാം ഞാനാ കട്ട് ചെയ്തത്. സവാള ഞാനാ കട്ട് ചെയ്തത്. അവര് പറയട്ടെ. സവാള എല്ലാം കട്ട് ചെയ്ത് അപ്പൊ ഞാൻ കട്ട് ചെയ്തത് നിങ്ങൾ കണ്ടില്ലേ? കട്ട് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞില്ല. നീ മാത്രമല്ല ചെയ്തെന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങനെ പറയണം. നൂറനെ എന്റെ വ്യാകരണം അനുസരിച്ച് ഞാൻ പറയത്തുള്ളൂ. അങ്ങനെ നിങ്ങളുടെ വ്യാകരണം അനുസരിച്ച് കേൾക്കാൻ വേണ്ടി നിൽക്കുന്നതല്ല ഞാൻ. കഴിക്ക് കഴിക്ക് എല്ലാവരും കഴിക്ക് കഴിക്ക്. ചോറ് കഴിക്ക്. ചായക്ക് ഞവരെല്ലാരും ചേർന്നുണ്ടാക്കിയ അങ്ങനെ പറഞ്ഞു കൊടുക്ക്. തക്കാളി ചാരി കഴിക്കാൻ മേലെ എന്നെ തക്കാളി ചാരി എന്ന് വിളിച്ചു. വിളിച്ചാൽ അല്ല ഞാൻ പറയുമ്പോ അവന് ഫണ്ണാക്കാൻ പറ്റത്തില്ല. തിരിച്ച് ഞാൻ ഫണ്ണാക്കിക്കോണം. അത് വേണ്ട. അപ്പൊ ഞാനിനി നിങ്ങളെ തക്കാളി ചായ ഒരിക്കലും ഇനി വിളിക്കരുത്. വിളിക്കില്ല. ആ. വിളിക്കില്ല 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 വിളിക്കണ്ട 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 വിളിക്കില്ല. വേണ്ട. നല്ല കാര്യം. വന്നോണം പൊക്കോണം പണ്ണാക്കിക്കോണം. മനസ്സിലായോടാ? എല്ലാം അങ്ങോട്ട് എല്ലാം ഇങ്ങോട്ട്. ഇങ്ങോട്ടല്ല എഴുതി വെച്ചിരിക്കുന്ന എല്ലാം കൂടെ. അങ്ങോട്ട് ഞാൻ പറയുന്ന എല്ലാവർക്കും ഫീൽ ചെയ്യും. ഇങ്ങോട്ട് എന്നെ എന്തും പറയാം. അതുകൊണ്ട് ഭക്ഷണം ഒന്നും തിരിക്കില്ല. കഴിക്കുന്നത് ഒന്നും അറിയാൻ പാടാത്ത മിണ്ടാ പൂച്ച കള്ള കൊടുക്കുന്നത് പോലെ ഇരുന്ന് കഴിക്കും. കഴിച്ച് കഴിയട്ടെ. അപ്പൊ തുടങ്ങും. വെയിറ്റ് വെയിറ്റ് എന്തൊരു അപ്പച്ചോണോ? ചോറ് എടുക്കണോട്ടാ അരി വേണം. ചേച്ചി വേണോ? കേട്ടോ. തക്കാളി ഭയങ്കര ഹെൽത്തി അല്ലേ? സൗണ്ട് ഉണ്ടാക്കിയാ കഴിക്കാം. നോട്ട് ബാഡ്, നോട്ട് ഗുഡ്. പക്ഷെ ചവയ്ക്കാൻ പല്ലുണ്ടല്ലോ, ഒരു പ്രോബ്ലം ഇല്ല. ഇറ്റ് ഡസന്റ് ഡു എനി ഹാം ടു യുവർ സ്കിൻ. ശരിക്കും ചോറ് വേണോ? ചോറ് വേണോ? Takaali is very good for your skin. ചോറ് കൊടുക്കണോ? നീ ഇത്ര തിന്നോ? കറി വേണോ? ഞാൻ കുറച്ചെടുക്കാം. അത് നിങ്ങൾ എടുത്തിട്ട് തന്നാ മതി. ഇങ്ങടുതാ. അപ്പൊ ഞാനാ എനിക്കല്ലേ ചോറ്? ഇതെല്ലാം അങ്ങേർക്ക് കൊടുത്താ പോരെ. കിഴങ്ങ് അങ്ങനെ കൊടുക്കാം. ഇത് ഞാന് എന്താ വേണ്ട? അപ്പൊ പിന്നെ എന്തിനാണ് അക്ബർക്ക് വിളിച്ചു വരുത്തി അപമാനിച്ചത്? So why did you take chore? I have കറി ഇതെടുത്തോ? ഇതെന്റെ ആണ്. മുഴുവൻ എടുക്കണേ. ആര്യന്റെ കണ്ണ് നോക്കിയ ആര്യന്റെ കണ്ണ് നോക്ക്. വെള്ളം വേണോ? ആദില, നിങ്ങളുടെ മൈക്ക് സ്റ്റോർ റൂമിൽ കൊണ്ടുവയ്ക്കുക. അതിനാണോ ആരെയും പറഞ്ഞ പേര് വിളിച്ചിട്ടില്ലല്ലോ. പേരാണ് വിളിക്കുന്നത്. നീ സെറ്റല്ലേ? വിളിച്ചിട്ടുണ്ട്. ബിഗ് ബോസ് എന്റെ മൈക്കും കൂടി തരുമോ? എന്റെ പേരുള്ള മൈക്ക്, പേരുള്ള ഇത്. അതെ നിന്ന കോമഡി എടുക്കണ്ട കേട്ടോ. ഒരു 10-15 ലക്ഷം ഓക്കെ. 20 വട്ടം കോമഡി തോന്നുന്നില്ല. 20 ഇനിയും വിളിക്കണ്ട. ഇനിയും മതി. ഒരു 5 എണ്ണം കൂടി ആരെ വിളിച്ചു നോക്ക്. കാണിച്ചു തരാം.
കറിയൊന്നും വേണ്ട. കറിയില് ആ പാത്രത്തിലാക്കി ചോർട്ട് കഴിച്ചോ? ഇല്ലല്ലോ. ഇല്ല. കഴിച്ചോ? കഴിച്ചിട്ട് അതിനകത്ത് ചോർട്ട് വേണമെങ്കിൽ കഴിക്കാം. വിളിക്കണ്ട. ആര്യ പരിപ്പ് കറി ഉണ്ടോ? അറിയാണ്ട് വിളിക്കണ ഈ വെപ്പടക്കാന്നുള്ളതാണ് പ്രധാനം. കുഴപ്പമില്ല. അതിന്റെ ഒരു ഇതുണ്ട്. അത് മണ്ടൻ ആയുധം. അതായത് ശരിക്കും പറഞ്ഞ ഒരു ബ്രിട്ടീഷ് പ്രസിഡന്റിന്റെ പേരാണ് ജെ നാപ്പൻ എന്ന് പറഞ്ഞത്. അയാളായിരുന്നു കുറെ റിഡിക്കുലസ് പോളിസീസ് ഉണ്ടാക്കിയത്. അതെ, ഇതേപോലെ ഈ പോളിസീസ് ഉണ്ടാക്കിയപ്പോ ആൾക്കാര് ഇയാളൊരു മുരിക്കാണ്, ഇയാളൊരു ശോകമാണെന്നും പറഞ്ഞിട്ടാണ് ഈ ക്ണാപ്പൻ എന്ന് പറഞ്ഞ വിളി വന്നത് കേരളത്തിൽ. അയാളുടെ പേരായിരുന്നു ക്ണാപ്പ്, KNAPP. അവിടെ നിന്നാണ് ഈ വാക്ക്. നവീൻ ക്ലാപ്പൻ. എന്തായി ഞാൻ ക്ലാപ്പൻ. അങ്ങനെയാണ് ഈ വാക്കിന്റെ ഉത്ഭവം. ഇത് വേണമെങ്കിൽ ക്നാപ്പ് എന്നുള്ള ഒരു ഓഫീസർ ഉണ്ടായിരുന്നു, ബ്രിട്ടീഷ് റെസിഡന്റ് ആയിരുന്നു പുള്ളി. എവിടെയാണ് കറക്റ്റ് മലബാറാണ് ട്രാവൻകൂറാണെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ നിശ്ചയമില്ല. പക്ഷെ അയാളുടെ കുറെ പോളിസീസ് നിങ്ങൾ പറയണ കഥകൾ ഞങ്ങള് വിശ്വസിച്ചില്ല. അല്ല, ഡൽഹൌസി ഒക്കെ മുകളിലാണ്, ഡൽഹിയിലൊക്കെ. അല്ല, മക്കോളയൊക്കെ റെസിഡന്റ് എന്ന് പറഞ്ഞാൽ കൊച്ചിയിലാണ്. ഓരോ സ്ഥലത്ത് മാറും. മലബാറും ട്രാവൻകൂറിലൊക്കെ റെസിഡന്റ് മാറും. അപ്പൊ ക്നാപ്പ് എന്ന് പറഞ്ഞ ആളുടെ ഓഫീസർ പല ടൈപ്പ് ഉണ്ടാവും. ഒരു സമയത്തല്ലോ ബ്രിട്ടീഷുകാര് 100 ചില്ലാനും വർഷം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനകത്ത് പല കാലഘട്ടത്തിൽ ഇതിപ്പോ നമ്മള് ഇത് അപ്പൊ ക്നാപ്പ് പോലീന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ ഊഹു അത്രേ ഉള്ളൂ. അതാണ്. ഇപ്പൊ ഞാൻ പറയണം ഞാൻ മന്ത്രി അതൊക്കെ വിചാരിച്ചിട്ടാണ് വിളിച്ചല്ലേ. ഇല്ലല്ലോ, നിക്കോളസ് പൂറാൻ എന്റെ പേരാണ്. വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്ററാണ് അവൻ. അതെ, ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ. കാര്യങ്ങൾ അടുത്ത പക്ഷേ ബെസ്റ്റ് പ്ലേയേഴ്സ്. ഞാൻ ഹിസ്റ്ററി പറയുന്നുള്ളൂ. അവന്റെ പോലാണ് കാണാൻ ഇവന്. നമ്മൾ വഴി മാറിപ്പോണു. പക്ഷെ അവന്റെ ബാറ്റിംഗ് അടിപൊളിയാ, അത് സമ്മതിക്കണം. നമ്മള് വഴി മാറിപ്പോണു. എന്താ പറ്റി? നീ കണ്ടിട്ടില്ല അവന്റെ ബാറ്റിംഗ്? ഒനിൽ യു വാച്ച് ക്രിക്കറ്റ്? നോ, അങ്ങനെ ഒരു പ്ലെയർ ഉണ്ട്, നല്ല പ്ലെയർ. അതാണ് പേര്. അങ്ങനെ എന്നോട് കളി അയ്യോ, അത് നിങ്ങളുടെ മൈൻഡ് ആയിരിക്കും. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന ബ്യൂട്ടിഫുൾ ആയ ഒരു വെസ്റ്റ് ഇൻഡീസ് ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ, ബ്യൂട്ടിഫുൾ പ്ലെയർ. ഇതിന്റെ അക്ബറെ വിളിക്കുന്നത് അവനൊരു ബാറ്റിംഗ് സ്റ്റൈൽ അങ്ങനെയാണ്. അവൻ നമ്മള് പുറത്ത് ഗെയിം കളിച്ചപ്പോ നല്ല ബാറ്റിംഗ് ആയിരുന്നു. പണ്ട് കഴിയില്ല അതിനത്ര ചെറിയുള്ള വേറെ ഏത് കളിക്കാരുള്ളത്? ശരിക്കും ഇത് OOMBE എന്ന് പറഞ്ഞുള്ള പ്ലെയർ ഒക്കെ ഉണ്ട്. ചില്ലറ മണ്ടനൊന്നുമല്ല. OOMBE എന്നൊക്കെ പറഞ്ഞ പ്ലെയർ ഒക്കെ ഉണ്ട്. ഈ അരിയുടെ ഒക്കെ ഒരു പാക്കറ്റ് ഉണ്ടല്ലോ. മതി ആ ഉണ്ട്. അങ്ങനെ ഞാൻ ഓർക്കുന്നുണ്ട്, ഓർമ്മയാണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ പറയാൻ പറ്റില്ല. അല്ല, ഇനിയിപ്പോ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അത് പ്ലെയറിന്റെ പേരാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതാണ് മനസ്സിലായോ? ഇന്റൻഷനലി അത് പറയാണ് ഓരോരുത്തര്. എന്നിട്ട് അത് പ്ലെയറിന്റെ പേരാണെന്ന് പറഞ്ഞ എന്ത് ചെയ്യും നീ? പക്ഷെ അത് ഡബിൾ മീനിങ് വെച്ചിട്ടാണ് പറയുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. മനസ്സിലാക്കാൻ പറ്റുമല്ലോ അത്. മണ്ണുണ്ണിയാളെന്നല്ലോ മലയാളികള്. അത് ഡബിൾ മീനിങ് തന്നെയാണ് ഉദ്ദേശിക്കാന്ന് അറിയാം. അത് പൊട്ടാണെന്ന് അറിയാത്ത സംസ്കാരം അല്ല എന്ത്. നമ്മളിവരാരും നന്മമരാക്കാൻ വന്നിരിക്കുന്നല്ല, അവരൊക്കെ ചെയ്യുന്നോട് ചെയ്യണം.
രസമായിരിക്കും ഇവിടെ. മോള് വന്ന് ആദ്യം തന്നെ ചോദിക്കാൻ പോണത് അനുവിന്റെ അടുത്തായിരിക്കും. എന്റെ അച്ഛനെ നിങ്ങൾ എന്തിനു വഴക്കുണ്ടാക്കി, നിങ്ങൾ എന്തിനു? മനസ്സിലാവോ? ഒരു പടത്തില്, ഒരു സിനിമയില് കല്യാണി പ്രിയദർശൻ എന്നെ ചവിട്ടുന്ന സീനുണ്ട്. അറിയാമോ കല്യാണി പ്രിയദർശൻ ആർട്ടിസ്റ്റ്? കണ്ടറിയും. അപ്പൊ പുള്ളിക്കാരൻ ചവിട്ടും. അപ്പൊ ചവിട്ടുമ്പോ ഞാൻ തെറിച്ചു പോയി വീഴും. ആന്റണി പടത്തിന്റെ പേര്. പടത്തിന്റെ റിലീസിന്റെ അന്ന് ഞങ്ങൾ ഫാമിലി ആയിട്ട് സിനിമ കാണാൻ പോയപ്പോ ആ ആർട്ടിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് മോള് ചോദിച്ചു, എന്തിനാ എന്റെ അച്ഛനെ ചവിട്ടിയേ? അവള് ഭയങ്കര സ്മാർട്ടാണ്. സോ സ്വീറ്റ്, ഇന്റലിജന്റ് ആണല്ലേ. എന്നെ വലിയ ഞാനെന്ന് വെച്ച ജീവനാ മോള്. എല്ലാ അച്ഛന്മാർക്കും മോള് ഭയങ്കര ഇതായിരിക്കുമല്ലോ. മോളെ പേരാണ് തിയാമ. തിയാമ എന്റെ ഫസ്റ്റ് മൂവി സോങ് അങ്കമൽഡറീസ്, അതിലെ ഫസ്റ്റ് പാട്ട് തിയാമേ തിയാമേ തിയാ തിയാ തിയാമേ 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 തിയാ തബരടിക്കണ കാലമായടി തിയാമേ കാശിന്റെ ശാമം തീർന്നടി തിയാമേ. ഞാൻ ഇവിടുന്ന് പോയി നിങ്ങളുടെ ആദ്യം നമ്മൾ എല്ലാവർക്കും നിങ്ങളുടെ പടം കാണണം. ഫസ്റ്റ് കാണണം. ഞാൻ എന്നിട്ട് ദുബായിൽ വരുന്നുണ്ട്. ആണോ? ഞാൻ ഇങ്ങോട്ട് വരുന്നതിന്റെ ഒരു ഞാൻ പറയാം എപ്പം പ്ലാൻ ചെയ്യാനാണ്. പ്ലാൻ ഡിസംബർ. നല്ല ക്ലൈമറ്റ്. എന്റെ ദുബായിൽ കുറെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ ഡിസംബർ നമുക്ക് എല്ലാം ഗെറ്റ് ടുഗദർ ദുബായിൽ വെക്കാം. അക്ബറിനെ വിളിക്കാം, എല്ലാരും വിളിക്കാം. പിന്നെ ഇറ്റ് വിൽ ബി ഫൺ. എടാ ഒരു കാര്യം പറയട്ടെ, അത് ഒരു ഡബിൾ മീനിങ് തെറിയായിട്ടാണ് ഇപ്പൊ നീ പറഞ്ഞത്. അത് ഭയങ്കര ബോറാണ്. ഇല്ല അല്ലല്ല നീ പറഞ്ഞത് ഭയങ്കര. ഞാൻ പറയട്ടെ, എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ ക്രിക്കറ്ററിന്റെ മൈൻഡില്ല. നീ ക്രിക്കറ്ററിനെ അല്ല, ഇവിടെ ക്രിക്കറ്റ് ആയിരുന്നില്ലല്ലോ ചർച്ച. പെട്ടെന്ന് നിക്കോളാസിന്റെ ഞാൻ അക്ഷയ്കുമാർ രൺബീർ കപൂർ വിളിക്കുമ്പോ അവിടെ രൺബീർ കപൂറൊന്നും അല്ലല്ലോ ചർച്ച. അല്ല, നീ അക്ഷയ് കുമാർ എന്ന് പറഞ്ഞോണ്ടാണ് അവിടെ ബോളിവുഡ് ചർച്ച ഇല്ലാ സമയത്ത് നീ പറഞ്ഞപ്പോ ഞാൻ അല്ല എന്റെ കേസ് വിട്. നീ ഇവരുടെ കണാപ്പിയൊക്കെ ഡബിൾ മീനിങ് ആണെങ്കിലും എനിക്ക് ഒരു ഡബിൾ മീനിങ് ഇല്ല. അവിടെ ഞാൻ പ്രാവശ്യം പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അത് തോന്നിയില്ല. ഞാൻ സോറി പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ സോറി പറ. അതെ, അല്ലല്ല ഞാൻ സോറി പറയണം, തെറ്റല്ല. അപ്പൊ നീ അതിൽ ഉറച്ചു. നല്ല ബാറ്റ്സ്മാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ? അതിലിപ്പോ എന്താ? അല്ല, അത് ഇൻഫർമേഷന്റെ കുറവാണ്. അതാണ് ക്രിക്കറ്റിന്റെ ചില ആൾക്കാർക്ക് ക്രിക്കറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കണാപ്പൻ എങ്ങനെ വന്നത്? ക്യാപ്റ്റൻ ആയപ്പോ എങ്ങനെ വന്നത്? അല്ല, കണാപ്പൻ എങ്ങനെ വന്നത്? ക്യാപ്റ്റന്റെ പേര് പറയുമ്പോ അല്ല, പക്ഷെ അതിന് മുമ്പ് തെറിയും വിളിച്ചു അവിടെ അകത്ത്. അത് വെച്ചിട്ടാണ് നീ അത് സോഴ്സ് ചെയ്തത്. ഞാൻ മനസ്സിലായില്ല. കണാപ്പൻ വിളിച്ചത് എങ്ങനെയാന്ന് പറഞ്ഞു. ഫസ്റ്റ് എന്നെ കണ്ണാപ്പി. ഞാൻ ഈ വീട്ടിൽ ആകെ ഒരു തെറി വിളിച്ചിട്ടുള്ളൂ. അല്ല, ഞാനും പിന്നെ ഞാൻ തെറിയെ വിളിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അല്ല, ഒഫൻസീവ് ആണ് ഞാൻ പറയണത്. ക്രിക്കറ്റിന്റെ പേര് പറഞ്ഞാൽ വ്യത്യാസമുണ്ട്. രണ്ടും വ്യത്യാസമുണ്ട്. ഒരെണ്ണം ഒരാൾക്ക് മാത്രം ആയാ പോരാ. എടോ പോളോ എടി പോടി എന്ന് പറയണത് പോലെ അല്ല ഇപ്പൊ ഇപ്പം കാണിച്ചത്. ആര് പറഞ്ഞു? ഒരു ക്രിക്കറ്റിന്റെ പേര് അല്ല, കാര്യം ഡബിൾ മീനിങ് അത് ഓക്കെയാണോ അനിലിന്? ഇല്ല, അത് അങ്ങനെ ഒരാളുണ്ട്. അതെനിക്കും അറിയാം. പ്രശ്നം അങ്ങനെ എത്ര തെറിയുടെ പേരിലുള്ള പലരും ഉണ്ടാവുമല്ലോ. അപ്പൊ പേര് വിളിക്കാൻ പറ്റില്ല. പക്ഷെ എത്തിക്കലി ഞാൻ കറക്റ്റ് ആണ്. ബാക്കി നിങ്ങളുടെ മൈൻഡാണ്. തെറി പേരുള്ള ഒരുപാട് ഫുഡുകളുണ്ട്, ഗെയിമേഴ്സ് ഉണ്ട്. നമ്മുടെ കേരളത്തിലെ ഷോയാണല്ലോ. നിങ്ങളുടെ മൈൻഡ് ഓക്കെ ആണെങ്കിൽ പറയരുതെന്ന് പറഞ്ഞത്. ഇല്ല, ഡബിൾ മീനിങ് ആണെങ്കിലും പേര് കൊണ്ടുവരുന്നത്. അല്ല, എന്റെ അഭിപ്രായം പറഞ്ഞത് അത് നിങ്ങൾക്ക് ശരിയാണ്. റൈറ്റ് സൊല്യൂഷൻ. കേക്ക് ഫസ്റ്റ് കേൾക്കാൻ പഠിക്കും. വിളിക്കണ്ട. അതാണ് റൈറ്റ് സൊല്യൂഷൻ. അതാണ് ഞാൻ പറഞ്ഞത്. ക്യാപ്റ്റൻ വിളിക്കണതും അത് പറയണതും അല്ല, അതല്ല കമ്പയർ ചെയ്യുന്നത്. ഞാനൊരു ക്രിക്കറ്ററായി തോന്നി ഞാൻ പറഞ്ഞു. എനിക്കൊരു ബാഡ് തോന്നിയില്ല. എനിക്ക് ബാഡ് തോന്നിയില്ല. ക്ലാബ് വിളിക്കുമ്പോൾ ചിരിക്കാറുണ്ടല്ലോ. ഇവൻ പറഞ്ഞു ഇവനൊരു ഫ്രണ്ട് ഉണ്ട്. അല്ല, നീ പറഞ്ഞപ്പോ ഞാനല്ലേ പറയരുതെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ശരിക്കും ഞാൻ പറഞ്ഞു ഇനി വിളിക്കണ്ട. എല്ലാവർക്കും മനസ്സിനെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. നീ എന്നെ ഇപ്പൊ ഒന്നും വേണ്ട. ഞാൻ ഒഫൻസ് ഒക്കെ നമുക്ക് എടുക്കാം. വിളിച്ചപ്പോ ഇയാള് എന്തൊരു തെറ്റാണ്. ക്രിക്കറ്റർ പോലെ തോന്നി.
ശരിക്കും ക്യാപ്റ്റനെ നമ്മൾ ബഹുമാനിക്കണം. പഠിക്കണം. ക്യാപ്റ്റന് അങ്ങനെ വിളിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ അത് നിർത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരു സംശയമില്ല. പറഞ്ഞു കുറെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ തിരിച്ച് പറയരുത്. പറയാൻ പറ്റുവാണെങ്കിൽ മിണ്ടാതിരുന്നാൽ മതി. ഡയലോഗിൽ വീട്ടിൽ പെരുമാറുന്ന പോലെയാണ്. അത് ചെയ്യാൻ പാടില്ല. വിളിച്ചോട്ടെ. അത് ശരിയാ, നിനക്ക് അല്ല അത് ശരിയാണ്. ഞാൻ പറയട്ടെ, മണ്ടാന്ന് വിളിച്ചോട്ടെ, എന്നെ മണ്ടാന്ന് എത്ര വേണേലും വിളിച്ചോട്ടെ. ഞാൻ ഒരു കാര്യം പറയാം, നിനക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ അവൻ വിളിക്കണമെന്നല്ലോ. ഇത് ക്യാപ്റ്റൻ എന്ന് പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ മലയാളത്തിൽ ഒരു തെറിയല്ല. അവൻ പറഞ്ഞത് തെറിയാണ്. അതാണ് രണ്ടും തമ്മിലെ വ്യത്യാസം. മനസ്സിലായി. അത് മനസ്സിലാക്കിയാൽ മതി. അത്രേ ഉള്ളൂ. അങ്ങനെ കൊള്ളു കാണാൻ വിളിച്ചത് എന്നോട് പറയാം. ഞാൻ ഒരു പേരാ ഒരാളുടെ, അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ വായ നോക്കി അപ്പുറത്ത് പോയി. എനിക്ക് പേടിയൊന്നുമില്ല. ഇതൊന്നും ഞാൻ ഒന്നും പറഞ്ഞു. ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് കുറെ കേട്ടാ. എപ്പോഴും ചിരിക്കണതേ അതും തെറ്റാണ്. നമ്മളെല്ലാവരും കൂടിയിട്ടാണ് ആര്യന് ഒരു സ്ഥാനം തന്നിരിക്കുന്നത്. വിളിക്കണ്ട എല്ലാവരും വിളിക്കാനായിട്ട് ചേച്ചി പക്ഷെ ചിരിക്കുന്നുണ്ടല്ലോ കൂടെ എപ്പോഴും സൈഡിൽ നിന്നിട്ട്. തെറ്റാണ് ചേച്ചി. അപ്പൊ തിരിച്ചു വിളിക്കുമല്ലോ. അപ്പൊ ചേച്ചി ഇപ്പൊ സപ്പോർട്ട് ചെയ്യാം. അവനെന്തിനാ അവിടെ? അത് തെറ്റാണ് കേൾക്കാൻ. സപ്പോർട്ടിനല്ല. ഞാൻ പറയട്ടെ ഒരു കാര്യം. ചേച്ചി ഇപ്പൊ അത് ഞാൻ പറഞ്ഞപ്പോ ചേച്ചി അത് മോശം മോനെ, അത് ഞാൻ പറഞ്ഞില്ലല്ലോ. നിലവിലെ ക്രിക്കറ്ററിന്റെ പേരാണ്. പക്ഷെ നീ പറഞ്ഞില്ല വേർഡ് തെറ്റാണില്ല. അക്ബറിനോട് പറ, അതൊക്കെ വിട്ടുകളയാൻ പറ വെറുതെ. അയ്യോ പേരല്ലേ കളിയാക്കണ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. മനസ്സിലായോ? എപ്പോഴും ഉത്തരം പറയാൻ പറ്റില്ല. എപ്പോഴും നീ കേട്ടല്ല. കളി മുതൽ കാര്യമല്ല. അപ്പൊ ഇനി മുതൽ ചെറിയുള്ള ഏത് പ്ലേയേഴ്സിന്റെ പേര് ഇവിടെ പറയാവോ? നിന്റെ ഇഷ്ടമാണോ? ഓക്കെയാണോ? നിങ്ങൾ പറ. ഓക്കെയാണോ? ആയിക്കോട്ടെ. വ്യത്യാസം അല്ല. നീ തുടങ്ങി ഞാൻ തോന്നുന്നത് വളരെ ബഹുമാനം ഇല്ലാണ്ട് പറയുന്ന പോലെയാണ്. എന്നെ വിളിക്കാം. എടാ ഈ സെറ്റ് ഇഷ്ടക്കേടല്ല, ഇത് ട്രിഗർ ചെയ്യാൻ നമ്മൾ നീ കൊട്ടൂലേ? മണ്ടാന്ന് വിളിക്കണതും മണ്ടാ ക്ലാഫെന്ന് വിളിക്കണതും അവന് ഇഷ്ടമുണ്ടോ ഇല്ല എന്നുള്ളത് എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. അത് രണ്ടും ഒരേ ത്രാസിൽ അളക്കരുത്. ഇപ്പൊ ഒരു ക്ലാപ്പനി തുടങ്ങി ഇവിടെ ഇപ്പൊ എവിടേക്കാ അവസാനിച്ചത്? എല്ലാരും ഒരേപോലെയാണ് ഇവിടെ. അല്ല, നീ 20 തവണ അവരോട് പറയണ വേണ്ട പറഞ്ഞു. ഇല്ല അതല്ല ഫ്രണ്ടിന്റെ രീതിക്ക് ഞാൻ 10 വർഷം പറഞ്ഞു. അത് വേണ്ട. ഇന്നലെ വരെ ഓക്കെയാണ്. ഇന്നത് കുറച്ച് ഓവറായി. നീ കുടിച്ച് അവർ തുറന്നു വെച്ചിട്ട് അതിന്റെ പുറത്ത് മറ്റേ വേറെ ഇഷ്ടംപോലെ താങ്കൾ വിളിക്കാമല്ലോ. കളിയാക്കുമ്പോൾ ഞാൻ ഹാപ്പി കളിയാവാറുണ്ട് ചേച്ചി. എല്ലാരും നീ വിളിച്ചോടെ. നീ കാരണം എല്ലാരും വിളിക്കുന്നുണ്ട്. അതാ പ്രശ്നം. നീ വിളിച്ച എനിക്ക് ഓക്കെയാണ്. പക്ഷെ നീ കാരണം എല്ലാരും വിളിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ജോക്ക് പോലെ എടുത്താൽ നിനക്ക് ഫീൽ ആയില്ല. ഞാൻ വിളിച്ചപ്പോ അങ്ങനെയാണ് എനിക്കും ഫീൽ ആവുന്നത്. മനസ്സിലായോ? ബ്രിഗേഡിയർ മേനോൻ, ഡാം ഇനോഗ്രേഷനുമായി ബന്ധപ്പെട്ട് കനത്ത സെക്യൂരിറ്റി ആണല്ലോ. കാശ്മീരിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ. നിങ്ങളുടെ സുരക്ഷ അതെന്റെ ഉത്തരവാദിത്തമായിരിക്കും. ഐ റിഗ്രറ്റ് ടു ഇൻഫോം യു, മോസിൻ തിരിച്ചു വന്നിരിക്കും. മണ്ണിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ നഷ്ടപ്പെടാതിരിക്കും. സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയേക്കാൾ പ്രധാനമായിട്ട് എനിക്ക് മറ്റൊന്നുമില്ല. ഷട്ടറിന്റെ വീട്ടിലൊരു അനക്കം. ഒരു കൂട്ടു വിളിക്കാൻ നോക്കുകയാണെന്ന് തോന്നുന്നു. ഈ വണ്ടി എടുത്ത് 3 പോയി നോക്കാം. ഇത്രയും സർവീസ് ആയില്ലേ, എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പണിക്ക് കൂട്ടുവെക്കുന്നത്? എനിക്ക് ബേസ് തോന്നിയായിരിക്കും സാറേ. നമുക്ക് പോയേക്കാം. ഇല്ല, ഇവിടെ വന്നല്ലേ, നോക്കിട്ട് പോവാന്ന്. സാറേ, ഞാൻ ആവശ്യമില്ലാത്തൊരു പണിക്കും കൂട്ടാൻ പറ്റില്ല. പറ്റുമെങ്കിൽ എന്നെ ഇതിനകത്ത് ഒഴിവാക്കി തരാം.
നീ ഒരു സാധനം അലവ് ചെയ്യരുത്. നിന്നെ ഒരു പേര് വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിർത്തണം. എടാ അതൊക്കെയാണ്, പക്ഷെ എല്ലാരും ഒരുമിച്ച് വിളിക്കുമ്പോ അല്ലല്ല, see joke is different. Okay, see, I took a joke, then you also take like joke. When I am taking joke, you take joke. You should not receive joke also. പറഞ്ഞതെന്താ, ക്ലാപ്പൻ എന്നുള്ള വാക്ക് നമ്മള് മൊയന്ത് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു വാക്കാണ്. അപ്പൊ വേണ്ടെന്ന് പറഞ്ഞില്ല, അല്ല, ഞാൻ പറയട്ടെ, അത് അല്ല, അത് തെറ്റാണോ ശരിയാന്നുള്ളതല്ല, തെറ്റണ്ടേ ഞാൻ പറയുന്നത്. അതും ഈ പറയുന്ന തെറിയുള്ള ഒരാളെ കൊണ്ടുവരുന്നത് ഞാൻ പറയാം, ക്രിക്കറ്റിന്റെ പേരാണത്. അങ്ങനെയല്ല, അത് ക്രിക്കറ്റ് എന്നെ കാണുമ്പോൾ അതിലുണ്ട് കാണാൻ. അതിനിപ്പോ എന്താ? I told you looks like a batsman. ക്രിക്കറ്ററാണ്. അവന്റെ പേര് അയാൾ ക്രിക്കറ്റിന്റെ പേരാണ് വിളിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ക്രിക്കറ്ററുടെയോ തെറിയുടെ പേരുള്ള ഏത് പ്രൊഡക്റ്റ് ഇവിടെ പറയാവോ? അപ്പൊ ഞാൻ പറയട്ടെ, അപ്പൊ ഇനി ക്രിക്കറ്ററുടെ പേരിൽ തെറി ഞാൻ പറയട്ടെ. അപ്പൊ നിന്നെ ഞാൻ ഈ ക്രിക്കറ്റിന്റെ പേരിൽ തെറി വിളിക്കട്ടെ. പക്ഷെ നിൽക്കട്ടെ, അതിവിടെ കേരളത്തിൽ അതിപ്പോ ഡബിൾ മീനിങ് ആയിട്ട് വിളിക്കില്ല. വിളിക്കില്ല. അവൻ ഓൾറെഡി ടോപ്പിക് മാറ്റി പിടിക്കണ്ട. മനസ്സിലായോ? നിനക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ. നിനക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ ഞാൻ വിളിച്ചത്. എനിക്ക് അല്ല, ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ പറയാം, എനിക്ക് ഒരു കുഴപ്പമില്ല. മതിയല്ലോ, മതിയില്ലേ? സമ്മതിക്കാൻ പഠിക്കണം. നീ വിളിച്ചോ, നീ വിളിച്ചോ. ഓക്കെ, വേണ്ട, എനിക്കിഷ്ടമല്ല. പക്ഷെ എന്നെ വിളിക്കരുത്. ഞാൻ പറയാം, പക്ഷെ എന്നെ വിളിക്കരുത്. പക്ഷെ എന്നെ വിളിക്കരുത്. ഇതാണ് പക്ഷെ ഇനി എന്നെ വിളിക്കരുത്. അവനത് ഇഷ്ടമല്ല. എടാ, അവനത് ഇഷ്ടമല്ല. എന്റെ ഭാഗത്ത് തെറ്റാണ്. അതെ, ഞാൻ പറയണത് അതും ഇതും ഒരേ ക്ലാസ്സിൽ അളക്കരുത്. നമ്മൾ വിളിക്കുന്ന ഇഷ്ടപ്പെട്ട് രണ്ടും എല്ലാവരുടെ ആവശ്യം, എല്ലാവരുടെ ഈ പറഞ്ഞ സാധനം എപ്പോഴും മാത്രം ആവണമെന്നില്ല. ചൊറിയും മാന്തൽ തമ്മിൽ ഒരു ഇടിയും വരും. ആ ഇടി നീ വാങ്ങിച്ചേ പറ്റും. എന്നൊക്കെ പറയുന്നത് നമ്മൾ സാധാരണ, ഞാൻ പറയട്ടെ, കോമഡിക്ക് എനിക്ക് ഓക്കെയാണ്. പക്ഷെ ഓവർ ആവരുത്, ഒരിക്കലും ഓവർ ആവരുത്. ഇത് ഇന്ന് ഞാൻ ചേച്ചി വ്യത്യാസം. എന്താ പ്രശ്നം എന്നറിയാം? അവൻ 1500 വട്ടം നിന്റെ അടുത്ത് വിളിക്കല്ലേ എന്ന് പറഞ്ഞ് നിന്നെ അവൻ ഈ പറഞ്ഞ പോലെ വിളി സഹിക്കാൻ പറ്റാതെ കൊണ്ട് നിന്നെ അവനൊരു 1500 വട്ടം ഞാൻ അവനെ ട്രിഗർ ചെയ്തു. അത് ഞാൻ ട്രിഗർ ചെയ്തു അവനെ. ഞാൻ ട്രിഗർ ചെയ്യാൻ വേണ്ടിട്ടാണ് നിന്നെ ഇങ്ങനെ വിളിച്ചത്. അപ്പൊ അവൻ ട്രിഗർ ചെയ്തത് പേരുമാണ് വ്യത്യാസം. അതിവിടെ പൊതുസമൂഹത്തിൽ ഇവിടെ തെറിയാണ്. ഞാനും പറഞ്ഞോളൂ. പക്ഷെ ഇനി അത് ആവർത്തിക്കായിരുന്നവരെ രണ്ടുപേരും അത്ര ഞാനും പറഞ്ഞോളൂ. അത്ര ഞാനും പറഞ്ഞോളൂ. ആ രണ്ടു വ്യത്യാസം ഉണ്ടോ? അതേ ഞാൻ പറഞ്ഞു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആവർത്തിക്കാതിരിക്കുക. ഒന്ന് പോടാണ്. പിടിപ്പിച്ചപ്പോ അവന് ദേഷ്യം പിടിച്ചതാണ്. വേറെ ക്ലാപ്പണ്ണ എന്തെങ്കിലും തിരിച്ചു വിളിച്ചോട്ടെ. ഞാൻ പറയുന്നത് അതായത് നമുക്ക് കൊള്ളാൻ വേണ്ടിട്ട് ഇങ്ങനെ എനിക്ക് എന്നെ വിളിച്ചോണ്ട് കൊള്ളൂല. ഞാൻ പറയുന്നത് ആ വാക്ക് അവൻ അവിടെ വന്നത് സ്ത്രീകളുടെ മുന്നിൽ വെച്ചിട്ട് വിളിച്ച, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്നെ അവന് വിളിച്ചോട്ടെ, എന്നത് ട്രിഗർ ആവൂല. ആ വാക്ക് ഇവിടെ വന്നോണ്ടാണ് ഞാൻ പറഞ്ഞത്. ക്ലാപ്പൻ എന്നുള്ള വാക്ക് ഈ പറഞ്ഞ മാതിരി നമ്മൾ പോലെ തന്നെയാണ്. കിഴങ്ങാന്ന് പറയാം, അതിവിടെ എല്ലാരും ഉപയോഗിക്കണല്ലേ. ഇത് ആദ്യത്തെ പേരല്ലോ. എനിക്കിതിന് മുമ്പ് CBSE ബുള്ളിങ് ആണ്. ഇതെല്ലാം ബുള്ളിങ് ആണ്. ഇഷ്ടമല്ല. ഇനി അവൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ഞങ്ങൾ ശക്തമായിട്ട് പ്രതികരിച്ചിരിക്കും. ഇനി വിളിക്കരുത്. അല്ല, ശരിക്കും വിളിക്കാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ റിസീവ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടാവണം. അതാണ് എന്റെ ഒരു കാര്യം. വിളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പ്രതികരിച്ചിരിക്കും. അതുപോലെ തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രതികരിച്ചിരിക്കും. അങ്ങനെ ഒരാൾ മാത്രം പറക്കണ്ട. അത്രേ ഉള്ളൂ. അതാണ് എന്റെ ഒരു അഭിപ്രായം. വേറെ ഒന്നുമില്ല. ശരിയല്ല ബ്രോ, അത് തെറ്റാണ്. അത് വിട്ടുകളാം. ഇങ്ങനെ ഞാൻ പറഞ്ഞത് വെച്ചാല് അവന് അപ്പൊ നീ അല്ല, അപ്പൊ നിങ്ങൾ നിർത്താൻ തയ്യാറല്ലോ. നിങ്ങൾ നിർത്താൻ തയ്യാറല്ല. അപ്പോഴും പറയുന്നത് നീ എന്നെ വിളിച്ചോ ഞാൻ വിളിക്കും എന്നല്ലേ പറയുന്നത്. തെറ്റല്ല എന്ന് ഞാൻ പറയല്ലേ. മോയന്ത് കാണിക്കണവരെ നമ്മൾ മോയന്ത് വിളിക്കും. അങ്ങനത്തെ ഒരു സാധനമാണ് ഈ വാക്ക്. പണ്ട് ബാറ്റിംഗ് സ്റ്റൈൽ കണ്ടിട്ട് ഇനി വിളിച്ചാ ഓക്കേടാ. നീ ഞാൻ പറഞ്ഞില്ലേ, 10 തവണ വിളിച്ചപ്പോ നിനക്ക് സൈ കേട്ടിട്ട് നീ ഒരു പ്രാവശ്യം പറഞ്ഞത്
ഇല്ല വിളിച്ചോ, പക്ഷെ തിരിച്ച് റിസീവ് ചെയ്യണം നീ ഓക്കെ ആവണം, മനസ്സിലായോ? തിരിച്ച് നീ അങ്ങനത്തെ വാക്കുകൾ വിളിച്ചോ? ഞാൻ നീ ആ വാക്കുകൾ നിനക്കറിയാം മോയിന്ത് വിളിക്കാം, പക്ഷെ എനിക്ക് മുത്തിച്ച് മോയിന്ത് വിളിക്കാൻ അറിയില്ല. അപ്പൊ ഞാൻ എന്റെ സ്റ്റൈലിലും വിളിക്കുമല്ലോ. എന്റെ കോപ്പ് എന്റെ ഗെയിമാണല്ലോ അത്. ആയിക്കോട്ടെ, അപ്പൊ നിനക്കത് വിഷമമാണ് കാര്യമില്ലല്ലോ. പ്രശ്നമില്ല. ഞാൻ ഇവരിയ്ക്കുമ്പോ അത് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞതാണ്. എല്ലാരും മുഖം പോയി ആ സമയത്ത് നിനക്ക് ഫീൽ ആയത് എനിക്കിത് വിഷമായത്. എന്നെ വിളിച്ചോ? പക്ഷെ എന്നെ വിളിക്കരുത്. ബിഗ് ബോസ് ഹൗസ് ആണ്. അവന് നന്നായിട്ട് തെറി പറയാൻ അറിയാം. അവൻ തെറിയല്ല പറഞ്ഞത്. അതെ, അവൻ പറഞ്ഞ ക്രിക്കറ്ററിന്റെ പേരാണ്. ചർച്ചയിൽ കൊണ്ടുവരാം. അല്ലാണ്ട് ക്രിക്കറ്ററുടെ പേര് വേറെ ചർച്ചയിൽ കൊണ്ടുവരുമ്പോ നമുക്ക് അറിയാതെ പറഞ്ഞത്. നീ അതെന്തായാലും നീ എന്നെ ഊക്കാൻ വേണ്ടി പറഞ്ഞാൽ എനിക്കറിയാം. ഞാൻ പറഞ്ഞത് ഇവരെല്ലാവരും എനിക്ക് വരാതെ ഊക്കാൻ വേണ്ടി തന്നെയാണ്. അതെ ഊക്കാൻ തന്നെയാണ്. അതന്നെ ഞാൻ പറഞ്ഞത്. ഞാൻ ഊക്കിയപ്പോഴും നീ ഊക്കിയപ്പോഴുള്ള വ്യത്യാസം പറഞ്ഞു. നീ ഊക്കിയപ്പോ ആ പേര് വ്യത്യാസങ്ങളൊന്നും ഇല്ല. ഇവരുടെ മുഖം പോയി. ആ പേര് വന്നപ്പോ ഭക്ഷണം കഴിച്ചു. അറിയുന്ന ആൾക്കാരുടെ മുഖം പോയില്ല, അറിയാത്ത ആൾക്കാരുടെ മുഖം പോയി. ഇനി അറിയാത്ത ആൾക്കാരുടെ മുഖം പോയ ആൾക്കാരെ ഞാൻ പറയാം. അത് ക്രിക്കറ്ററിന്റെ പേരാണ്. അതാണ് ഞാൻ വിളിച്ചത്. അതറിയാണല്ലോ ചേച്ചി. പച്ചത്തറിയാണ്. അതൊന്നും അയാൾക്ക് അറിയില്ല. എനിക്കറിയൂ. അങ്ങനല്ല, ഒന്നാമത്തെ തെറി ഏതാണ് തെറി ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി. അങ്ങനൊന്നും ഇല്ല. അത് നമ്മൾ വന്നിരിക്കടി കടക്കടി ഇവിടെ. ഞാൻ തമാശക്ക് റിസീവ് ചെയ്യാൻ പഠിക്കണം. അങ്ങനെയാണെങ്കിൽ അത് തമാശക്ക് തമാശ തന്നെയാണ് അക്ബർ. അത് മോശമാണ്. അങ്ങനെ തമാശ തന്നെ കളിയാ. തമാശ നീ പറഞ്ഞപ്പോ അല്ല നീ ചുമ്മാ വള്ളി പിടിക്കല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്. ഞാനൊരു കാര്യം പറയട്ടെ. നീ തമാശക്കല്ലേ പറഞ്ഞു. ഞാൻ തമാശക്കല്ലേ പറഞ്ഞത്. പക്ഷെ എന്റെ കോപ്പ് മെക്കാനിസം വേറെ ആയിരിക്കും. നീ പറഞ്ഞ അല്ല ഞാൻ അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ തമാശ പറഞ്ഞപ്പോ നീ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. നീ പറഞ്ഞതിൽ ആ പേര് വന്നപ്പോ ഇവിടെ പലരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അവരുടെ മുഖം പോയി. എല്ലാരും ആ സ്മൈൽ ഉണ്ടാവണമെന്നും ഇല്ലല്ലോ എല്ലാവരുടെ മുഖത്തും. എന്തുകൊണ്ടാണ് ആ വാക്ക് അത്രയും സീരിയസ് ആയതുകൊണ്ടാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ വാക്ക് അത്ര എന്റെ വാക്കിന്റെ സീരിയസ്നെസ്സും നീ പറയുന്ന വാക്കിന്റെ സീരിയസ്നെസ്സും രണ്ടും ഒരുപോലെ അല്ല എന്നതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്തത്. അല്ലാണ്ട് നീ എന്നെ എങ്ങനെ വേണമെങ്കിൽ വിളിച്ചോ, എനിക്ക് പ്രശ്നമില്ല. എനിക്ക് ഒരു പ്രശ്നമില്ല. നീ എന്ത് തരുവാണെന്ന് ചോദിച്ചാൽ ഞാൻ ആ കഴിച്ചുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്. വളരെ ലോജിക്കല. ഞാൻ ആ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പലരുടെയും മുഖം പോയി. ഈ പറയുന്ന ഷാനവാസിയുടെ മുഖം പോയി. പക്ഷെ അവർക്ക് മനസ്സിലായില്ല. അത് ഞാൻ പറയുന്നത്. എടാ ഞാൻ നിന്റെ അടുത്താണ് പറഞ്ഞത്. അതാ രണ്ടും ഒരുപോലെ ആയിട്ടല്ല എന്ന് ഞാൻ പറഞ്ഞത്. എന്നെ എന്ത് വഴി വിളിച്ചാൽ എനിക്ക് പ്രശ്നമില്ല. ഞാൻ പറഞ്ഞ പോയിന്റ് നിനക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട്. എനിക്ക് വിഷമം എന്ന് പറഞ്ഞാൽ നീ വിളിക്കുമ്പോ എല്ലാവരും ഞാൻ വിളിക്കുമ്പോ എന്തായാലും മുഖം മാറിയത് എനിക്ക് മനസ്സിലായില്ല. എടാ എന്നെ ഇപ്പൊ എത്രയോ പേര് ഇവിടെ മണ്ടൻ മണ്ടൻ വിളിക്കുന്നുണ്ട്. എടാ മണ്ടൻ പോലെ അത് നിന്റെ ഒരു അല്ല ഞാൻ പറയണത്. അത് അങ്ങനെ വിളിക്കുന്നതും വേറെ ഒരു ഇപ്പൊ ഈ പറഞ്ഞ പേര് വേറൊരു ഡബിൾ മീനിംഗിൽ ആ പേര് അപ്പൊ പേരാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഇനിയും ഒരുപാട് പേരുകളുണ്ട്. ആ പേരുകളൊക്കെ ഇവിടെ വരും, ഈ വീട്ടിൽ വരും. അതുകൊണ്ടാണ് പറഞ്ഞത് വിളിക്കണ്ട. അപ്പൊ ഞാൻ ഇനി അത് വിളിക്കില്ല. കഴിഞ്ഞില്ലേ അത്? അപ്പൊ അത് ഞാൻ ഇനി പറയുമ്പോ ഇനി വിളിക്കേണ്ടത് വിളിക്കരുത്. ഇല്ലെങ്കിൽ റിസീവ് ചെയ്യാൻ റെഡി ആവണം. സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണ്. ഞാൻ റെഡിയാണ്. എനിക്ക് പ്രശ്നമില്ല. പക്ഷെ എന്നെ ഇനി വിളിക്കണ്ട. ഞാൻ റെഡിയല്ല. അതെ ചിരിച്ചു. അപ്പൊ എന്താ ഞാൻ റെഡിയല്ല. മതി അത്രേ ഉള്ളൂ. അതാണ് നീ റെഡിയല്ല, ഞാൻ റെഡിയാണ്. മറ്റേ ഓക്കെ ആക്കണം. ഞാൻ ഓക്കെയാണ്. എനിക്ക് ഞാൻ ഓക്കെ അല്ലല്ലോ. പക്ഷെ അതെന്റെ ഇഷ്ടമല്ലേ. ഞാൻ ചിലപ്പോ ഈ പറഞ്ഞ മാതിരി ഞാൻ അത് കണ്ട വിളിക്കും. നീ വിളിച്ചോ മതി ആക്കടാ. കളിയാക്കലുകൾ കൂടുമ്പം ഉള്ള പ്രശ്നമാണ് അത്. അതാ സെൻസിലെടുത്തു. പക്ഷെ ഒന്നും കൊറേ വിളിച്ചപ്പോ എനിക്ക് മേടിക്കണം. നമ്മളെ കളിപ്പിക്കോ? ദാറ്റ്സ് ഇറ്റ്. അതാണ് അവിടുത്തെ സ്റ്റേറ്റ്മെന്റ്. അയാൾക്കത് കോമഡി ആയിട്ട് തോന്നുന്നില്ല. കോമഡി തോന്നാൻ വേണ്ടി നീ റിസീവ് ചെയ്യാൻ ഓക്കെ ആയിരിക്കണം. മനസ്സിലായി? അതുകൊണ്ടാണ് കോമഡി ഇങ്ങോട്ടാവണത്. ഞാൻ ഓക്കെ ഉണ്ടാ. നീ വിളിച്ചോ. നീ വിളിച്ചോ. ഞാൻ വിളിക്കാൻ പോകുന്നില്ല. അത്ര തന്നെ. എനിക്ക് എത്തിക്കൽ ഗെയിം അല്ലാതെ തോന്നിയത്. ഏത് പാട്ടിലും ഓപ്പോസിറ്റ് ടീം പറയണം. ഭയങ്കര രസം. ഇവിടെ അല്ല വെളിയിൽ. അത് ഞാൻ പറഞ്ഞ പുറത്തു പോവാണ്. ഭയങ്കര രസം. ചുമ്മാ ഇതിനേക്കാളും നമുക്ക് എന്തെങ്കിലും അങ്ങനെയൊക്കെ ഭയങ്കര ഞാൻ ഓടിക്കളിക്കും. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ബോൾ ഉണ്ടല്ലോ, ഈ ബോൾ നമുക്ക് അവിടെ നിന്ന് സാധനങ്ങൾ അടിക്കുക. ഈ കല്ലുണ്ട്. ഈ ബോൾ ഒരു സർവീസ് കളിക്കാം. എറിഞ്ഞ് മുഴുവൻ ഉടക്കാം നമുക്ക്. അതിന് മുമ്പ് ഒന്ന് അടുക്കി വെക്കണം. ആ കളി നമ്മൾ അവിടെ കളിക്കുമല്ലോ. കല്ലിങ്ങനെ അടിക്കടിക്ക് വെച്ചിട്ട് അത് എല്ലാവർക്കും ചിലപ്പോൾ വേദനിക്കും. വേണ്ട
പറ ചീത്ത വിളിച്ച് പറ 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 നമുക്ക് കളിക്കാം. പെരുന്നാൾ സാധനം മോളല്ലേ എല്ലാരും റെഡിയാണോ? എറിഞ്ഞു കളിക്കാം. ആരും ഉണ്ടെന്നില്ല. നമുക്ക് കളിക്കാം. ഒറ്റ മൈൻഡ് ചെയ്യണില്ല. ചേട്ടൻ ചോദിച്ചു. എനിക്കത് ഞാൻ ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോ തലയിലങ്ങനെ ശരി. ഞാൻ പറയുന്നത് നിനക്കും കൂടി വേണ്ടിയാ. ട്രിഗർ ആവുന്നതിന്റെ റീസൺ എനിക്കറിയാം. ആ പേര് പ്രശ്നം മനസ്സിലായോ? കളിക്കാം. ഒറ്റ ചെയ്യാട്ടൂടെ ആർക്കും. ഞാൻ എല്ലായിടത്തും പോയി ചോദിക്കാൻ പോണം. നിങ്ങൾ റെഡിയാണോ? റെഡി. പുറത്തുപോയി നല്ല കോമഡിയാ. അതെ, ഒറ്റക്ക് പോണെങ്കിൽ നീ പോയി കളിച്ചിട്ടാ. ഞാൻ എല്ലാവരും സംസാരിച്ചിട്ടില്ല. ഞാൻ ഈ കളി ഒന്ന് പറയണം കേൾക്കാദ്യം. കേറിയിരിക്കും. പറഞ്ഞ ഇവിടെ ഇരിക്കാം. എനിക്ക് കേറിയിരിക്കാനാ. നീ കേറി. അതായത് 2 ടീമാക്കാം. ഇവിടെ 10 ഒരു 18. 18 പേരുണ്ട് ഇവിടെ. അങ്ങനെ 18ന്റെ പാതി എത്ര? ഇവിടെ വന്നിട്ട് ഒരാള് 9 ഇവിടെ 9 10 അങ്ങനെ 9 ഇരിക്കും. ആണല്ലേ? അങ്ങനെയല്ലേ? വോട്ടില് കാര്യമില്ല. അതല്ലടി, ഇവിടുത്തെ വോട്ടിലല്ല നോമിനേഷൻ. നമ്മുടെ ജനങ്ങളുടെ വോട്ട് കിട്ടിയാൽ നമുക്ക്. അത് ഇവിടുത്തെ വോട്ട് ആര് മൈൻഡ് ചെയ്യുന്നത്? അത് നമ്മുടെ ശത്രുതയുള്ള നമ്മളെ പേടിയുള്ള ആൾക്കാരൊക്കെ നമ്മളെ നോമിനേഷനിലിടും. അത് ശരിയാ. എന്തൊരു പാവം മുഖം ഡോക്ടർക്ക്. കുറുക്കന്റെ പാവം കുറുക്കൻ. കുറുക്കൻ അല്ല, കുറുക്കൻ ഇപ്പം നീലക്കുറുക്കനെ നോക്കി കാത്തിരിക്കും. എല്ലാം ഇവിടെ എടുക്കും. നീലക്കുറുക്കൻ സിനിമ നൂബിനെ സ്വപ്നം കണ്ട് കിടക്കുക ഡോക്ടർ. ഇപ്പൊ എന്നായിരിക്കും എല്ലാവരും വരുന്നത്? എക്സൈറ്റഡ്. ഓരോരുത്തരുടെ ഫാമിലി ഓരോ ദിവസമായിരിക്കും. അങ്ങനെ വരുമോ? എനിക്ക് സെലക്ടഡ് ഒന്നിച്ചായിരിക്കുമോ? സെലക്ടഡ് ഫാമിലീസിനല്ലേ വിളിക്കത്തുള്ളൂ. ഇപ്പൊ അല്ല, എല്ലാവരുടെ ഫാമിലി വരുമല്ലോ. വരുമെന്ന് പറഞ്ഞോ? അത് പറഞ്ഞു കേട്ടില്ലേ? എന്ത്? ഈ 3 പേരെ സെലക്ട് ചെയ്തു. ആ 3 പേരെ ഫാമിലീസ് വരുന്ന റൗണ്ടിൽ നിന്ന് ഒഴിവാക്കണോ എന്നുള്ളതായിരുന്നു അടുത്ത കൊടുത്തത്. വേണ്ട, സാക്രിഫൈസ് ചെയ്ത് 750 പോയിന്റ്സ് കളഞ്ഞിട്ട് അവരെയും ഇൻക്ലൂഡ് ചെയ്യണം എന്നാക്കിയത്. അയ്യോ, അങ്ങനല്ല. അങ്ങനെയാണ്. എല്ലാവരുടെ ഫാമിലി റൗണ്ട് വരുന്നു എന്ന് പറഞ്ഞു കേട്ടോ ആദ്യം. അപ്പൊ ഈ 3 ആൾക്കാരുടെ ഫാമിലി വരണ്ട എന്നുണ്ടെങ്കിൽ അല്ല 750 പോയിന്റ് വേണമെങ്കിൽ ഈ 3 ആൾക്കാരുടെ ഫാമിലി വരണ്ട. അതായിരുന്നു. അല്ല, വരും. ഞാൻ ക്യാമറ പോയി പറയുകയും ചെയ്തു. നൂബിനെ നേരത്തെ ഇൻഫോം ചെയ്യണം. നൂബിനെ ഷൂട്ടിങ്ങിന് ലീവ് എടുക്കാറുണ്ട്. പെട്ടെന്ന് പറഞ്ഞാലേ ചിലപ്പോ അവർക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഹീറോ ആയിട്ട് ചെയ്യുന്നതല്ലേ. ഞാൻ മനസ്സിലാക്കിയല്ല. ആദ്യം എന്ത് ചെയ്താൽ മതി? ഇവന് ഇഷ്ടമല്ലാത്ത വിളിക്കില്ല. ബാക്കി എല്ലാരും ഞാൻ ഇവന്റെ മുഖം മാറിയിട്ടുണ്ടായിരുന്നു. അതാ ഞാനാണ് ഇവനെ കണ്ടു പറഞ്ഞത്. നടക്കുന്ന എല്ലാരും വിളിച്ചോണ്ടിരിക്കുമ്പോ എനിക്ക് ഇഷ്ടമല്ലാണ്ട് ഞാൻ വിളിച്ച് ഇവരെന്താ ഒന്ന് വിളിച്ച് 2 ഒരുമിച്ചാക്കി. മറ്റേത് നമ്മൾ ഈ പക്ഷെ ഞാൻ അനുമോൾ, നിങ്ങളുടെ മൈക്ക് സ്റ്റോർ റൂമിൽ കൊണ്ടുവയ്ക്കുക. പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അതൊരു ക്രിക്കറ്റിന്റെ ചർച്ചയല്ല. പെട്ടെന്നൊരു ക്രിക്കറ്റ് പ്ലെയർ അവിടെ. പക്ഷെ നമ്മൾ ചില പൊട്ടത്തരം കാണിക്കുമ്പോൾ പണ്ട് ഇതൊക്കെ ഈ ഒരു കാറ്റഗറി വരും. ഈ വീട് വേറെ കാറ്റഗറിയാണ്. ഇത് വീട് വേറെ കാറ്റഗറി. മണ്ടാന്നൊക്കെ വിളിക്കേണ്ടത് ലാലട്ടൻ മെൻഷൻ ചെയ്തില്ല. ഞാൻ വിളിച്ചപ്പോഴല്ലേ ലാലട്ടൻ പറഞ്ഞത്. അതുപോലൊരു അതേപോലത്തെ ഒരു അതിനേക്കാൾ
ഞാൻ എന്റെ മെയിൻ മോട്ടീവ് എന്റെ മനസ്സിലായി. അതെ ഞാൻ പറഞ്ഞു വിളിക്കണം അത് 10 വർഷം എത്തിയപ്പോൾ ഒരു എക്സാമ്പിൾ രീതിക്ക് വേണ്ടി ഞാനൊരു പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഇഷ്ടപ്പെടില്ല എന്നൊക്കെ മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ അവൻ പറഞ്ഞത്. അത്രയ്ക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് കാണിക്കാനാണ്. മനസ്സിലായി. നീ ശ്രദ്ധിക്കുന്ന ആ ലെവലാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. അപ്പൊ കുഴപ്പമില്ല. ബാക്കിയുള്ളവരെ ഇതിന്റെ ഇടയിൽ ഇത് നീ മൈൻഡ് ചെയ്യണ്ട. അതെനിക്ക് ആരെ മൈൻഡും ചെയ്യുന്നത് എന്തിനാന്ന് എനിക്കറിയാം. എനിക്കും അറിയാം. പക്ഷെ ഞാൻ പറഞ്ഞു എന്റെ റബ്ബ് സത്യം പെട്ടെന്നുള്ള വാക്കും നീ പറഞ്ഞ വാക്കും ഒരുപോലത്തെ വാക്കല്ല. പക്ഷെ ഞാനാ പറഞ്ഞ ക്രിക്കറ്ററിന്റെ പേര് വിളിച്ചത് കൺവിൻസ് ചെയ്യില്ലേ? അപ്പൊ അത് കുഴപ്പമില്ല. ഈ വീട് കൺവിൻസ് ചെയ്യാൻ എനിക്ക് മതി തൽക്കാലം. ഇവന്റെ പോളിസി എന്തറിയോ? നീ വിളിച്ചത് അവന് ഇഷ്ടമല്ലാന്ന് നിന്നെ ബോധ്യപ്പെടുത്താൻ എനിക്ക് പ്രേക്ഷകർ എന്ത് ചിന്തിക്കുന്നു എനിക്ക് അറിയണ്ട. അപ്പൊ അവനത് ഇഷ്ടമല്ലാന്ന് നിന്നെ അത് ചിന്തിക്കണം. പക്ഷെ ഇത് ഞാനിപ്പോ എത്തിക്കലി ഞാൻ റൈറ്റ് ആണ്, മനസ്സിലായോ? എത്തിക്കലി ഞാൻ കറക്റ്റ് ആണ്. പക്ഷെ പ്രേക്ഷകരുടെ മൈൻഡ് എങ്ങനെയാണ് ആ വേർഡിന് എനിക്കറിയില്ല.